എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഇന്നെന്താ കഴിച്ചതെന്ന് കാണിക്കണ്ടേ. അപ്പോൾ നമ്മളിന്ന് കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസും വെള്ളയപ്പവുമാണ് രാവിലെ കഴിച്ചത് കേട്ടോ. ഉച്ചയ്ക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. ഒരു തലേദിവസത്തെ കറിയൊക്കെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതൊരു ചാള തന്നെ ആയിരുന്നു. അതുകൊണ്ടിട്ട് പിന്നെ നമ്മൾ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് കറി അങ്ങനെ വെച്ചതെന്ന് വെച്ചാൽ ഈ വെള്ള കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും സവാളയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് വേവിച്ചതിന് ശേഷം നമ്മളൊരു ഇത്തിരി കടുക് വേപ്പിലയിട്ട് പൊട്ടിക്കുമല്ലോ, അതിലേക്ക് ഈ ഗ്രീൻ പീസ് എടുത്തിട്ടിട്ട് നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കും, മസാലപ്പൊടിയും ചേർക്കും. അതാണ് ഗ്രീൻ പീസ് കറി കേട്ടോ. വളരെ ടേസ്റ്റാണ് അങ്ങനെ വെക്കണത്. അതുകൊണ്ടിട്ടാണ് അതിന് കളറൊന്നും ഇല്ലാത്തത്, അങ്ങനെ ഇരിക്കുകയുള്ളൂ. പക്ഷെ ടേസ്റ്റിൽ അത് മുമ്പന്തിയിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ന് വൈകുന്നേരവും കിട്ടിയത് ചാളയാണ്. ഇന്നലെയും ചാള തന്നെയാണ് കിട്ടിയത്. ഇന്നലെ പക്ഷേ ഒരു കുറച്ചേ ഉണ്ടായുള്ളൂ. ഇന്നിപ്പോൾ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച് അന്ന് എടുത്ത് വറുത്ത് പൊരിച്ചേക്കാം എന്ന് കരുതി. അത് ഭയങ്കര ചോരത്തിളപ്പുള്ള ചാളയായിരുന്നു. അതാണ് അങ്ങനെ ചുമന്ന് കിടക്കണത്. ഞാൻ കുറേ കഴുകിയതാണ്. എന്തോ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും അങ്ങോട്ട് ഊറിയായിരുന്നു. അതുകൊണ്ടിട്ട് എന്നിട്ട് അങ്ങനത്തെ അല്ലാണ്ട് ഞാൻ കഴുകാഞ്ഞിട്ടൊന്നുമല്ല, നന്നായിട്ട് കഴുകും. എനിക്ക് മീൻ കഴുകണത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കുറേ പ്രാവശ്യം മീൻ കഴുകോട്ടാ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ പരിഞ്ഞിലുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ കളറ്. അപ്പോൾ പരിഞ്ഞിലെടുത്ത് വറക്കണത് പുത്രന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈയിടെയായിട്ട് ഇത്തിരി വറക്കലും പൊരിക്കലൊക്കെ കൂടുതലാണ് കേട്ടോ. ഇപ്പം ഞാൻ വിചാരിക്കും വേണ്ടാന്നൊക്കെ വിചാരിക്കും. പക്ഷേ എങ്ങനെ വന്നാലും രാത്രിയാവുമ്പോൾ അല്ലെങ്കിൽ പുത്രന് പൊരിച്ചു കൊടുത്തില്ലെങ്കിൽ പറഞ്ഞോട്ട് പച്ചമീൻ കഴിക്കും. പച്ചമീൻ മീൻസ് മറ്റേ കറി കഴിക്കില്ല. അപ്പോൾ പിന്നെ മുട്ട വേറെ പൊരിക്കേണ്ടി വരും. അതിലൊക്കെ ഭേദം ഇതൊക്കെ തന്നെയുള്ള നെല്ലി അങ്ങോട്ട് പിന്നെ എടുത്ത് വറക്കും. അപ്പോൾ നമ്മൾ വറക്കാനായിട്ടൊക്കെ വളഞ്ഞു പൊളഞ്ഞിരിക്കുകയാണ് കേട്ടോ. തലയൊക്കെ പൊന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ ഈ തല ഇങ്ങനെ വെക്കണേന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് ഈ തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനിൻ്റെ തലയെന്ന് പറയുന്നത് ഒരു വികാരമാണ്. എന്താ പറയണത്, അത് കടുമുട് ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് തിന്നാനൊക്കെ എന്തൊരു ടേസ്റ്റാണ് അല്ലേ. ചിലർക്കൊക്കെ അത് ഒരു ഇഷ്ടപ്പെടായിക ഉണ്ടാവും. പക്ഷേ ഞാൻ പണ്ട് തുടങ്ങിയ എല്ല്, അതായത് മീനിൻ്റെ മുള്ള്, ചിക്കൻ്റെ എല്ല്, അതൊക്കെ കടിച്ച് പറിച്ചൊക്കെ തിന്നും. ഈ നമ്മൾ അതിപ്പോൾ ചില കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ വല്ല ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ചിക്കൻ്റെ എല്ല് മാറ്റി വെക്കുള്ളൂ. വീട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ എന്നാൽ എനിക്ക് എല്ല് തന്നാലും ബാക്കി ഉണ്ടാവില്ല, അതായത് വേസ്റ്റ് കളയാനുണ്ടാവില്ല. അതേമാതിരി ഞാൻ ഇരുന്ന് കടിച്ച് ചവച്ച് തിന്നോട്ടാ. എല്ലാവർക്കും അത്ഭുതം വരും. പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. അതിങ്ങനെ കടിച്ച് പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ കടിച്ച് ചവച്ചിരുന്ന് തിന്നുകയാണെങ്കിൽ ഒരു ടേസ്റ്റാണ് അതൊക്കെ. അപ്പോൾ പറഞ്ഞു എങ്ങടെ പോയെന്ന് ആർക്കറിയാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറീറ്റായിട്ടുണ്ട് കേട്ടോ. ചോറ് നമ്മൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വേഗം തിന്ന് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കൊണ്ടു വെക്കുമ്പോഴായിരിക്കും എന്നോട് ഇങ്ങനെ ഉപ്പിട്ടില്ലേടിയെന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് എടുക്കണതിന് മുമ്പ് ഒന്ന് ഉപ്പിട്ട് നോക്കുക. ചില നേരത്തൊക്കെ അങ്ങനെ പറ്റാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര അബദ്ധം പറ്റും. ഞാൻ ഇടയ്ക്കൊക്കെ ഭയങ്കര രസത്തിനൊക്കെ കാണുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിരിക്കും കറി, ചിലപ്പോൾ ഉപ്പിടാൻ മറന്നു പോകും. എന്നിട്ട് എങ്ങാനും ഞാൻ ഇതേമാതിരി നോക്കി ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പിട്ട് കുത്തിക്കലക്കും കാണാണ്ട്. പക്ഷെ അപ്പിട്ട് കലക്കിയാലും മീനും പിടിക്കില്ലല്ലോ. കുറച്ച് നേരം ഇരുന്നാലൊക്കെ അല്ലേ മീനിന് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പം അങ്ങനത്തെ കുറേ അബദ്ധങ്ങളൊക്കെ പറ്റും. അപ്പോൾ അതായത് നാളത്തേക്ക് വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. നമ്മൾ നാളെ ഉച്ചക്കലത്തേക്ക് 2 വറുത്തതും അത് അവിടെ ഇരുന്നോട്ടെ. അത് അവർക്ക് വേണ്ടിയിട്ടാണ്, അച്ഛനും നമുക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അത് എടുത്ത് വെക്കണം. ഞാൻ കഴിക്കാറില്ല. എനിക്ക് ഉച്ചയ്ക്കൊന്നും മീനൊക്കെ നമ്മൾ ഈ 2 നേരവും മീൻ തന്നെ ഊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വായിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും. അതുകൊണ്ടിട്ട് ഉച്ചയ്ക്ക് ഞാൻ പച്ചക്കറി കഴിക്കുള്ളൂ കേട്ടോ.
ഇതൊക്കെ പെറുക്കി വെച്ചിട്ട് വേണം കൊണ്ടുപോയി ഇരുന്ന് കഴിക്കാനായിട്ട്. അതൊക്കെ ചെന്നിരുന്ന് വല്ല പഴയ സിനിമയൊക്കെ കണ്ട് കഴിക്കും. പഴയ സിനിമയല്ലട്ടെ, ഈ നേരത്തൊക്കെ വാർത്ത വെക്കും. എനിക്കിഷ്ടമല്ല, വാർത്ത വെക്കുമ്പോൾ എനിക്കിഷ്ടമല്ല കഴിക്കണം. ഞാനപ്പോൾ മൊബൈൽ നോക്കിയിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ കണ്ടൊക്കെ അങ്ങനെ കഴിക്കും. അതാണ് നമ്മുടെ ഒരു ശീലം. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ അത് എല്ലാവർക്കും കുപ്പികളിലാക്കി വെക്കും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കുപ്പിയുണ്ട്. അപ്പം ഞാൻ കുറേ രണ്ട് മൂന്ന് സ്റ്റീലിൻ്റെ കൊള്ളൂലാത്ത കുപ്പിയുണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ കൊടുക്കാനായിട്ട് അന്ന് നമ്മൾ എറണാകുളത്ത് അല്ല പോത്തീസിൽ പോയപ്പോൾ അവിടെ ഒരു കടയിൽ കൊടുക്കാനൊക്കെ കരുതി എടുത്തു വെച്ചതാണ്. പക്ഷേ നമ്മൾ ഒന്നാമത്തെ രാത്രിയൊക്കെ ആയില്ല വന്നപ്പോൾ, അതുകൊണ്ട് പിന്നെ അതിന് പറ്റിയില്ല. പിന്നെ കുറച്ച് കുപ്പികളൊക്കെ വാങ്ങിക്കണം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ കരുതിയിരിക്കുകയാണ്. അതിന് വേണ്ടി ഇനി ഒരു ദിവസം പോകണം. നമ്മുടെ കളമശ്ശേരിയിലാണ് കേട്ടോ അങ്ങനെ സ്റ്റീൽ പാത്രമൊക്കെ എടുക്കണേ ഒരു കടയുണ്ട്. അപ്പോൾ അത് അവർ എടുത്തിട്ട് നമുക്ക് മാറി ആ വിലയ്ക്ക് നമുക്ക് എത്ര രൂപയ്ക്ക് ആയിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിലയ്ക്ക് നമുക്ക് പാത്രങ്ങൾ അവിടെ നിന്ന് എടുക്കാം. അപ്പം അങ്ങനെ പോയി ഒരു ദിവസം എടുക്കണമെന്നുണ്ട്. അപ്പം നമ്മൾ ചോറിഞ്ഞട്ടെ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് പോകുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം എനിക്ക് ഇത്രയും കറിയൊക്കെ മതി കേട്ടോ. നമ്മൾ വളരെ കുറച്ച് കറിയൊക്കെ കൂട്ടി തിന്നുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്. പുറത്ത് നല്ല ഇരുട്ടൊക്കെ ഉണ്ട്. ഞാനിരുന്ന് കഴിക്കട്ടെ, എന്നിട്ട് വല്ലയിടത്തും പോയി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്.